സർ, ഹോളിലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലുണ്ടായ അപകടം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കുപറ്റിയിട്ടുമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ അമ്യൂസ്മെന്റ് പാർക്ക് പോലെയുള്ളവ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സേഫ്റ്റിയാണ്. ഇത്തരത്തിൽ സേഫ്റ്റി മെഷർമെന്റ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി പരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പലപ്പോഴും ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവർക്കും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടുന്നവർക്കും ഒക്കെ വലിയ അശ്രദ്ധ അല്ലെങ്കിൽ അലംഭാവപൂർണമായ ചില നടപടികൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായതായി പല സമയങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാദ്യമായല്ല ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ അപകടമുണ്ടാവുന്നത്. പക്ഷേ അതിനുശേഷവും ഇത്തരം അമ്യൂസ്മെന്റ് പാർക്കുകൾ പോലെയുള്ള ഇടങ്ങളിൽ പാലിക്കേണ്ടുന്ന സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇവരെന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ നിരുത്തരവാദപരമായ ഒരു സമീപനം കൈക്കൊള്ളുന്നത്? ഇത്തരം സംഗതികൾക്കിടെ വലിയ രീതിയിലുള്ള ഒരു നിയമ നടപടി തന്നെ അത്യാവശ്യമല്ലേ? തീർച്ചയായിട്ടും ഈ ഭരണകർത്താക്കളുടെ അലംഭാവം കൊണ്ട് സംഭവിക്കുന്ന ഓരോ പുലിവാലുകളിൽ പെടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ അമ്യൂസ്മെന്റ് പാർക്കിലുണ്ടായ അപകടം. സത്യത്തിൽ ഈ മലയാളികൾക്ക് ഈ ടൂറ് പോവുക, ഒരു മുടക്കം വരുമ്പോഴേക്കും കുടുംബടക്കം പല സ്ഥലങ്ങളിലേക്ക് ടൂറ് പോവുക, അവിടെ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള അപകട സൂചനകൾ ചിന്തിക്കുക പോലും ചെയ്യാതെ, ഇപ്പൊ ഒരു മാസം മുന്നേ ഒരു കുട്ടി പോയിട്ട് കാണാതെ പിന്നെ ശവശരീരം കിട്ടുകയാണ് ഉണ്ടായത്. അപ്പോ യാതൊരു വിധത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ അപകടത്തെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യുന്നില്ല ഈ ടൂറിന് പോയി കഴിഞ്ഞാൽ. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. എന്നാൽ ഇത് ഒക്കെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ടത് ഇവിടുത്തെ ഭരണകർത്താക്കളാണ്. ഏത് തരത്തിലായാലും, അതിന്റെ ടെക്നിക്കൽ വശമായാലും, അല്ലെങ്കിൽ സെക്യൂരിറ്റി വശമായാലും, അല്ലെങ്കിൽ ആഹാരം ഫുഡിൽ കൂടിയും വരാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കണ്ണിങ് ആയി നോക്കി ഭരണം നടത്തേണ്ടത് ഭരണാധികാരിയുടെ ചുമതല തന്നെയാണ്. അവരുടെ അലംഭാവം കൊണ്ടാണ് ഇത്തരത്തിലുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ ഇവിടെ ദിവസവും ഉണ്ടാവുന്നത്. നമുക്കറിയാലോ, ഓടുന്ന ബസ് ഇവിടെ കത്തി പോയിട്ടുണ്ട്. അറിയാലോ, ആ ബോഡി പോലും അതിന് എടുക്കാൻ കിട്ടിയില്ല. എത്ര ആൾക്കാർ കത്തിക്കരിഞ്ഞ് മരിച്ചുപോയി. അന്ന് അത് കത്തിക്കരിഞ്ഞപ്പോ പിന്നീട് പറഞ്ഞു എല്ലാ ബസ്സിനും ബാക്കിലും സൈഡിലൊക്കെ ഇനി ഡോറ് വെപ്പിക്കണം, നിർബന്ധമാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇപ്പോഴും പഴയ മാതിരി ഓടുണ്ട്. ഇനി അടുത്ത ബസ് കത്തണം ഈ ബസ്സിന്റെ വാതിലൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ. അതുമാതിരി തന്നെയാണ് ഈ അമ്യൂസ്മെന്റ് പാർക്കിലുള്ള ഇത്തരം അപകടകരമായ ഈ റോളിംഗ് ചെയ്യുന്ന മെഷീനുകളൊക്കെ എല്ലാ കൊല്ലവും അതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കണം എന്ന് നിർബന്ധമാക്കണം. പക്ഷെ ഇവിടെ കുഴപ്പം എന്താണ്? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയ കൈക്കൂലി കൊടുത്ത് ഒപ്പും വാങ്ങിപ്പോരും. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ ശരിയായ രീതിയിൽ വന്ന് അത് നോക്കി അതിന്റെ ബലം നോക്കി അത് ശരിയായ രീതിയിൽ ജോലി ചെയ്യിപ്പിക്കില്ല അത് ഭരിക്കുന്നവനും ഉദ്യോഗസ്ഥനും. അതുകൊണ്ട് സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒരുപാടാണ്. ഇവിടെ ഈ പാലങ്ങളില്ലേ, അതായത് ഇപ്പോ നമ്മുടെ ഹൈവേയിലൊക്കെ ഇപ്പൊ നിറച്ച് പാലങ്ങളുണ്ട്. ഈ യൂറോപ്പ്, മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇത് മെയിൻ്റനൻസിന് ഒരു കോൺട്രാക്ടിങ് കമ്പനി ഉണ്ട്. പാലം പണിതാലും അത് സ്ഥിരമായി മെയിൻറ്റെയിൻ ചെയ്ത് സർവീസ് ചെയ്യുന്നു ഈ പാലങ്ങൾ. അതിന്റെ ഓരോ ഭാഗങ്ങൾ ക്ലീൻ ചെയ്ത് അതിന് എവിടെയെങ്കിലും എന്തെങ്കിലും സ്ക്രാച്ച് വരുന്നുണ്ടോ, ക്രാക്ക് വരുന്നുണ്ടോ, ഇതൊക്കെ നോക്കി. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഒരു പാലം പണിതച്ചാ പിന്നെ ആ പാലം പൊട്ടി വീഴുമ്പോഴാണ് അത് ശ്രദ്ധിക്കുള്ളൂ. അപ്പോ ഇവിടെ ഭരിക്കുന്നവന്റെ നിരുത്തരവാദപരമായ പ്രവൃത്തി കാരണമാണ് ഏത് അപകടമാണ് ഇന്നുണ്ടാവുക എന്ന് നമുക്ക് പറയാനേ പറ്റാത്ത അവസ്ഥയിലാണ്. എല്ലാ സ്ഥലങ്ങളിലും അതായത് ഇപ്പൊ അമ്യൂസ്മെന്റ് പാർക്കായാലും അല്ലെങ്കിൽ ക്രൗഡ് വരുന്ന സ്ഥലങ്ങൾ, ഇപ്പൊ ഉദാഹരണം സ്ഥിരമായി ക്രൗഡ് വരുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ ക്ഷേത്രം, അല്ലെങ്കിൽ ശബരിമല, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും. അവിടെയൊന്നും മുൻകൂട്ടിയുള്ള യാതൊരു സംവിധാനവും ഇല്ല. അത് ഭക്ഷണത്തിന്റെ കാര്യമായാലും സേഫ്റ്റി സെക്യൂരിറ്റിയുടെ കാര്യമായാലും ടെക്നിക്കലി ആയ കാര്യമായാലും ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ തൽക്കാലം ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒന്ന് അവിടെ ക്ലീൻ ആക്കിയിടും. ഇതാണ് ആകെ എടുക്കുന്ന തയ്യാറെടുപ്പ്. അതൊന്നും പോരാ, സ്ഥിരമായിട്ടൊരു സംവിധാനം ഇവിടെ വേണം. ഇത്തരത്തിലുള്ള പബ്ലിക് പ്രോഗ്രാമുകളിൽ എന്ത് തന്നെയായാലും അതില് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത്. ഇവിടെ പ്രധാനമന്ത്രി വരുമ്പോ ഇടിച്ചു കയറിയ മേയറുടെ കാറാ നമ്മൾ കണ്ടത്. അപ്പൊ ആ സേഫ്റ്റി സെക്യൂരിറ്റി ആരുടെ പരാജയമായിരുന്നു? ഇപ്പൊ ഇന്നലെ ED
അതായത് ED അവരുടെ ജോലി ചെയ്യാൻ വരുമ്പോൾ അവർക്ക് വേണ്ട അതായത് ഓക്കെ വഴിയിൽ ഒരു പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അവിടെ ആ നിമിഷം പോലീസ് വന്ന് അത് അവിടെ ഇല്ലാതാക്കണ്ടേ. അപ്പൊ എവിടെ പോയി ഇവിടുത്തെ സേഫ്റ്റി? അപ്പൊ നമുക്ക് എന്ത് വിശ്വാസമാണ് ഇവിടെ ഉള്ളത് ഒരു പബ്ലിക് ആയിട്ട് പുറത്തിറങ്ങി നടക്കാൻ? അപ്പോ ഇവിടെ ഭരിക്കുന്നവൻ ഇതിനൊന്നും സമയമില്ല. അവർക്ക് ഒന്നാമത്തെ കാര്യം ഈ മിനിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ള കഴിവുള്ള ആൾക്കാരെ പിടിച്ച് ആ പോസ്റ്റിൽ ഇരുത്തണം. ഇപ്പോ അല്ലാതെ രാഷ്ട്രീയത്തിൽ ഞാൻ വലുതായി വന്നു എന്ന് പറഞ്ഞ് മന്ത്രി ആക്കിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പോ കേന്ദ്രത്തിൽ നോക്കൂ, കേന്ദ്രത്തിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രി അദ്ദേഹം രാഷ്ട്രീയക്കാരനൊന്നുമല്ല. അദ്ദേഹം തികച്ചും IAS കഴിഞ്ഞ് സർവീസിലുള്ള ഒരാളാണ്. പരിചയം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ വിദേശകാര്യ മന്ത്രിയായി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ മന്ത്രി അദ്ദേഹവും അതേമാതിരി ഒരു ഉദ്യോഗസ്ഥനാണ്, രാഷ്ട്രീയക്കാരനല്ല. അപ്പൊ നമുക്ക് വേണ്ടത് കേരളത്തിൽ 21 മന്ത്രി പറഞ്ഞ അത് 21 പേരും രാഷ്ട്രീയത്തിൽ കിടന്ന് തലകുത്തി മറഞ്ഞവനാ. അതിൽ 3 or 4 നല്ല ഡിപ്പാർട്ട്മെന്റുകൾ നോക്കിയിട്ട് കഴിവുള്ളവരെ മന്ത്രിയാക്കി മാതൃക കാട്ടാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിയോ? പറ്റില്ല. ഇവർക്ക് അധികാരം പിടിക്കണം. ഇവിടെ നാട്ടുകാരെ എന്തായാലും കുഴപ്പമില്ല, അവര് അപകടം പറ്റി മരിച്ചാലും കുഴപ്പമില്ല. ഇനിയിപ്പോ കാണാം ഒരു ബസ് കത്തും, അപ്പോഴാവും ബസ്സിന്റെ കാര്യം കൺട്രോൾ ചെയ്യാൻ പോവുക. അപ്പൊ ഇവിടെ അതിന്റെ ഇടയ്ക്ക് മുഖ്യമന്ത്രി എന്തോ പറയണ ഞാൻ കേട്ടു. അതായത് ഈ വാഹനങ്ങൾക്ക് മോഡിഫിക്കേഷൻ ചെയ്യണത് കേന്ദ്ര ഗവൺമെന്റ് കർശനമായി നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷെ മുഖ്യമന്ത്രി പറയണ കേട്ടു സ്വന്തം കാറിൽ അത് അത് നിയമമൊന്നും മുഖ്യമന്ത്രിക്കൊന്നും അങ്ങനെ മോട്ടോർ വാഹനത്തിന്റെ മുകളിലൊന്നും കയറി കളിക്കാൻ പറ്റില്ല. അത് സ്ട്രിക്റ്റ് ആയിട്ട് കേന്ദ്രത്തിന്റെ കൈവശമുള്ള ഒരു സംഭവമാണ്. ആ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല, ആ മോഡിഫിക്കേഷൻ പാടില്ല എന്നത് തന്നെയാണ് നിയമം. അല്ലാതെ കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഇവിടെ ട്രാഫിക് വയലേഷൻ, ഒരുപാട് ട്രാഫിക് ദിവസവും ഇവിടെ അപകട മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവിടെ ആണ് അത് എന്താണ് പഠിച്ച് അത് എങ്ങനെ കുറയ്ക്കാൻ പറ്റും. ആ മോട്ടോർ സൈക്കിൾ അപകടങ്ങൾ എത്ര എണ്ണം അവിടെ നടക്കുന്നു, അതുമാതിരി കാർ ആക്സിഡന്റുകൾ എത്ര എണ്ണം ഇവിടെ നടക്കുന്നു. ഇവിടെ മോട്ടോർ വാഹനങ്ങൾ വേണ്ടത്ര ദിവസവും പുതിയത് രജിസ്റ്റർ ചെയ്ത് റോഡിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ റോഡുകളുടെ വലിപ്പമോ റോഡുകളുടെ എണ്ണമോ കൂടുന്നില്ല. അപ്പോ ഇങ്ങനെ പോയാൽ 5 or 10 കൊല്ലം കഴിയുമ്പോ നമ്മുടെ വാഹനങ്ങൾ നമുക്ക് റോട്ടിൽ ഇറക്കാൻ പറ്റാത്ത തരത്തിലാണ് ഇത് വലിയ ഒരു അപകട അവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇനി മഴക്കാലം വരികയാണ്, സ്കൂൾ തുറക്കുകയാണ്. ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് കറക്റ്റായിട്ട് നടത്താത്ത കാരണം അസുഖങ്ങൾ പടർന്നു പിടിക്കാനും അത് വലിയൊരു അപകടം തന്നെയാണ്. ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ ഉണ്ടായ അശ്രദ്ധ കുറവുണ്ടായ അതിനെക്കാട്ടും വലിയ അസുഖങ്ങൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ വരാനുള്ള പലതരം വേദികളുണ്ട്. ഇതൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ഭരണം നടത്തുന്നവർ തന്നെയാണെന്നതിന് യാതൊരു സംശയവുമില്ല. അത് അമ്യൂസ്മെന്റ് പാർക്ക് ആയാലും പ്രൈവറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് ആയാലും ബസ്സുകളുടെ ഇവിടെ മോട്ടോർ വാഹനങ്ങള് 10 കൊല്ലത്തിന് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ചെക്കിങ്ങും ഇല്ല. ഇതിന്റെ ഓടിക്കണോ പോലും അതിന്റെ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യോ സംശയമാണ്. എയർ ചെക്ക് ചെയ്യില്ല, പല വണ്ടികളും വീലിലെ എയർ പോലും ചെക്ക് ചെയ്യില്ല. അപ്പൊ അങ്ങനെ റോട്ടിൽ ഒരു ലൈസൻസും ഇല്ലാതെ ഓടുന്നു. ഇത് ചെക്ക് ചെയ്യാൻ ഈ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റോ തയ്യാറല്ല. ഹൈവേയിൽ നിയമമൊക്കെ ഉണ്ട്, അതായത് ഹെവി ട്രക്സ് റൈറ്റ് സൈഡിൽ പോകരുതെന്ന്. പക്ഷെ ഓടുന്ന ട്രക്കുകൾ മുഴുവൻ തന്നെ റൈറ്റ് ഭാഗത്ത് കൂടിയാണ് ഓടുന്നത്. അതിന് ഫൈൻ കൊടുത്ത് തടഞ്ഞു നിർത്തി ഫൈൻ കൊടുക്കണം. അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പൊ ഈ അമ്യൂസ്മെന്റ് പാർക്ക് അവനത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കരുത്, അവന് അത് ഓടിക്കാൻ ലൈസൻസ് കൊടുക്കരുത്. അതുമാതിരി സർക്കാർ ഇതില് എല്ലാ ഭാഗങ്ങളിലും കർശനമായി ഇടപെട്ടാലേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ അപകടം വരുമ്പോ പോയി ഒരു നിയമം കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. സ്ഥിരമായിട്ട് ഒരു സംവിധാനം തന്നെ ഭരണകൂടം എപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കണം. യെസ്, എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് നടത്തുന്ന സമയത്ത് അതിനിടയിൽ പരിശോധനകൾ നടത്തുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാന കാര്യമാണ് സേഫ്റ്റി എന്നുള്ളത്. അതിലാണ് വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഹോളി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലുണ്ടായ അപകടം ഒരു സൂചന കൂടിയാണ്. ഇത്തരത്തിൽ നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണം നടത്തേണ്ടുന്നത് അത്യാവശ്യമാണ്. വ്യക്തമാണ്. താങ്ക് യു സർ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.